അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എന്താ ആവശ്യം? വാസ്തു നോക്കാത്തവരെല്ലാരും എത്ര ഗംഭീരമായിട്ട് താമസിക്കണ്ടല്ലേ. രണ്ടാളുകളും നമ്മളെ പറ്റിയിട്ട് ചിന്തിക്കാന്ന്, നന്നായിട്ട് ഉറങ്ങണേ, നന്നായിട്ട് ആകണേ എന്ന് ആരൊക്കെയാ ചിന്തിക്കുക? എനിക്ക് അങ്ങനെ തോന്നണേ. അത് ശരി, പാരാ വാസ്തുക്കാരൻ. നമ്മള് ഒരാൾക്ക് വാടക വീട് കൊടുത്തു, അപ്പൊ നമ്മളെ വാസ്തു ബാധിക്കില്ല, അതിൽ താമസിക്കുന്നവരല്ലേ ബാധിക്കുള്ളൂ? അല്ല, നമ്മളെന്നാലും ബാധിക്കും. വാട്ടർ ടാപ്പ് വന്നിട്ട് അഗ്നികോണിലാണ് വരുന്നെങ്കിലോ ആ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആ അഗ്നി എന്ന് പറഞ്ഞ തത്വം പോയി പോകും അവിടെ. ഗുരുജി നേരത്തെ ഇപ്പൊ ബിൽഡിങ്ങിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഫ്ലാറ്റുകള് അല്ലെങ്കിൽ വാടക വീട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ വാസ്തുവിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏത് രീതിക്കാണ് നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുക? വാടക വീട്ടിൽ എങ്ങനെയാണ് വാസ്തു ബാധിക്കുക? അതായത് നമുക്ക് പൊളിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ, അല്ല, അല്ലെങ്കിലും മറ്റേതാണ് പൊളിച്ചു മാറ്റേണ്ടെന്ന് ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് വാസ്തുവിൽ ചെയ്യാം. ഓക്കെ, വാടക വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വാസ്തു നമ്മളെ എങ്ങനെയാ ബാധിക്കുന്നതെന്നാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ വാസ്തു രണ്ട് തരത്തിൽ ബാധിക്കും. ഒന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടാണ്, അതായത് നമ്മൾ ഒരു 6 മാസത്തിൽ കൂടുതൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് ആ സ്ഥലം നമ്മളെ സ്വാധീനിക്കും. ഇപ്പൊ വാടക വീടിനൊക്കെ അതാണ്. ഇപ്പൊ എൻ്റെ വീടല്ല, ഇതിപ്പോ നന്നായി കഴിഞ്ഞാൽ ഈ ആളെല്ലാം നന്നാകുക, അതല്ല, നമ്മളവിടെ ഉപയോഗിക്കണ്ടല്ലോ, നമ്മളെവിടെയാണല്ലോ കിടന്നുറങ്ങുന്നത്. ഇവിടെ ഈ വാസ്തു ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു സയൻസ് എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഉണർന്നിരിക്കുക, മുന്നേ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നമ്മളിപ്പോ നല്ല ഉണർന്നിരിക്കുകയാണ്. നേരെ കുറച്ച് നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങുക നോക്കുക, എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ പേളെപ്പോഴാണ് ഉണ്ടാകുക? ഉണർന്നിരിക്കുമ്പോ ബോധം കോൺഷ്യസ് ആയിരിക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ വാടക വീടാണെങ്കിലും ശരി, സ്വന്തം വീടാണെങ്കിലും ശരി, ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. അപ്പൊ ആ സമയത്ത് ചുറ്റുഭാഗത്ത് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ നമ്മളെ സ്വാധീനിക്കും. എനർജി മാത്രല്ല, സാധനങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ റൂമിൽ ഇതുണ്ട്, ക്യാമറ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഒരു ഓറ എന്ന് പറയും. ഓറ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റുഭാഗത്തുള്ള ഇതായിരുന്നു. വലിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്ഥൂല എന്ന് പറയും. അതായത് രണ്ട് സ്ഥൂലവും സൂക്ഷ്മവും. സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്നത്, അതായത് ഈ സാധനങ്ങളൊക്കെ സ്ഥൂലാണ്, അതായത് പറഞ്ഞാൽ നമുക്ക് തൊടാം. ഇതിനൊക്കെ ഒരു ആസ്ട്രൽ ബോഡി ഉണ്ട്, അതായത് എന്ന് പറഞ്ഞാൽ വലിയ വാക്ക് ഉപയോഗിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്, എന്നാലും പറയും ആസ്ട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷ്മമായിട്ടുള്ള വശമുണ്ട്. അതിനൊക്കെ നമ്മളതിലിപ്പോ കർത്താവിന്റെ ഫോട്ടോ കണ്ടില്ലേ, അതിന്റെ പിറകിലൊരു ഹേലോ കൊടുക്കണുണ്ടില്ലേ, ഇതേപോലെ എല്ലാത്തിനും ഉണ്ട് ഹേലോ. നമുക്കും ഉണ്ട്, പേളിനും ഉണ്ട്, ഈ ബെഞ്ചിനും ഉണ്ട്, മേശക്കും ഉണ്ട്, ഒക്കെ ഇട്ടിനുണ്ട്. ഈ ഹേലോ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ എന്താ പറയുക, ഓറ എന്ന് വേണം പറയാം. അതായത് ആ സാധനവും നമ്മളെ ശരീരത്തിലുള്ള ഓറയും തമ്മിൽ ഒരു മിക്സ് ആവും. അപ്പോഴാ അതിലെന്തൊക്കെയുണ്ട്, ഇപ്പോൾ ഒന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ ആ ഓറയാണ് നമ്മളെ ശരീരത്തിൻ്റെ ഓറയായിട്ട് ബന്ധപ്പെടുന്നത്. അതാണ് രാവിലെ എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഇതുപോലെ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും പഴയ വീടാണ്, മുന്നേ ഉപയോഗിക്കുന്നതാണ്, അപ്പം അവിടുത്തെ ചുറ്റുഭാഗം എന്തൊക്കെയാണോ ഉള്ളത് അത് നമ്മളെ സ്വാധീനിക്കും. അത് വാടക വീടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ശരി. ഏറ്റവും ചുരുങ്ങി ഞങ്ങളൊരു കാലാവധി പറയും, ഒരു 6 മാസത്തിൽ കൂടുതൽ എവിടെയാണോ, 6 മാസം ഒന്നും വേണ്ട കേട്ടോ, അതിൻ്റെ മുന്നേ തന്നെ എഫക്റ്റ് ചെയ്യും. എന്നിരുന്നാലും പറയുകയാണ്, ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് കാണുക 6 മാസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ സ്ഥലവും നമ്മളുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആകാൻ തുടങ്ങും. ഇപ്പൊ മീൻകാരന് മീനിന്റെ മണം അറിയോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ അത് അയാളും അതായിട്ട് യൂസ്ഡ് ആയിപ്പോയത്. അതേപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡും ഇതൊക്കെ ആയിട്ട് ഒരുമിച്ച് ചേരാൻ തുടങ്ങും. അപ്പൊ അതിന് വാടക വീടാണ് ഇതൊന്നും അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വാടക വീട് ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ നമ്മളെ ബുദ്ധിക്കേ ഉള്ളൂ, അല്ലേ? ഈശ്വരന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, മൂപ്പര് പേപ്പറൊന്നും നോക്കൂല, വാടകയാണോ അതൊന്നുമില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ എന്താണോ ചുറ്റുഭാഗമുള്ള അതും നമ്മളെ ബോഡിയായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. അപ്പോൾ ആ ഒരു ഇതിലുള്ള ഊർജം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ ജീവിതത്തിലെ ഇവൻറ്റ്സ് മാനിഫെസ്റ്റ് ചെയ്യുക. ഇവൻറ്റ്സ് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുക. ഇപ്പം സമ്പന്നനാകുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. ദരിദ്രനാകുക എന്ന് പറഞ്ഞാൽ അതും സംഭവമാണ്. അപ്പോൾ ഒരാൾ ദരിദ്രനായി പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ ചുറ്റുഭാഗമുള്ള ഏരിയയിൽ ചിലത് ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് വരണമെന്നുണ്ട്. അപ്പോൾ അത് തെറ്റായിട്ടാണ് വരുന്നെങ്കിലോ, ഉദാഹരണമായിട്ട് ഒരു പൈപ്പ് ഉണ്ട്, വാട്ടർ ടാപ്പ് വന്നിട്ട് അഗ്നികോണിലാണ് വരുന്നെങ്കിലോ
ആ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആ അഗ്നി എന്ന് പറഞ്ഞ തത്വം പോയി പോകും അവിടെ. അതെ, ആ ഒരു എനർജി അവിടെ പോകും. അതേപോലെ തന്നെ അപ്പൊ നമ്മൾ അതിൽ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്താവും, നമ്മൾ ആ ആക്റ്റീവ്നെസ് കംപ്ലീറ്റ് പോകും. നമ്മളൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആയി പോകും. പുറമെ നല്ല ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ വീട്ടിൽ വന്നാൽ ആകെ ക്ഷീണമാവും. അപ്പോൾ വാടക വീടാണ് ശരി, നമ്മൾ എന്താ പറയുക, എങ്ങനെ എടുത്ത വീടായാലും ശരി, അത് നമ്മളെ സ്വാധീനിക്കും. രണ്ടാമത് പറയുക സബ് കോൺഷ്യസ് എഫക്റ്റ് എന്ന് പറയുക. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാൾക്ക് വാടക വീട് കൊടുത്തു, അപ്പോൾ നമ്മളെ വാസ്തു ബാധിക്കില്ല, അതിൽ താമസിക്കുന്നവരല്ലേ ബാധിക്കുള്ളൂ? അല്ല, നമ്മളെന്നാലും ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മളെ വീടുകൾ. നമ്മൾ ചിലപ്പം കണ്ടില്ലേ, എന്തെങ്കിലും നോക്കുമ്പോൾ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഏത് ഉഗാണ്ടയിലായാലും ശരി, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ നമുക്ക് അറിയാണ്ടത് ഫീൽ ചെയ്യും. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മളെ വീട്. അപ്പോൾ വാടക വീടാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി വാസ്തു ബാധിക്കും. അപ്പോൾ വാടക വീടാണെങ്കിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം നമ്മളല്ലല്ലോ വീട്. അപ്പോൾ അവിടെ എന്താ ചെയ്യുക വെച്ചാൽ ചില റെമഡികൾ ഉപയോഗിക്കും. അതായത് നേരത്തെ പറഞ്ഞ മാതിരി അഗ്നി ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ അവിടെ അഗ്നി വന്നില്ലേ, അതേപോലെ ഓരോ റെമഡികളൊക്കെ ഉപയോഗിച്ച് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും. ഈ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വില്ലകളാണ്, അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ ഫ്ലാറ്റാണ്, ഫ്ലാറ്റിന് പറയും ക്ലോസ്ഡ് വാസ്തു എന്ന് പറയും. അതായത് വാതിലടച്ചു കഴിഞ്ഞാൽ അതൊരു വേറെ തന്നെ ഒരു വാസ്തുവായി, അതിൻ്റെ ഒരു കാർപ്പറ്റ് ഏരിയ ഉണ്ടല്ലോ, അതിലാണ് അവരുടെ ലോകം. അപ്പൊ ആ ലോകത്തിലും എങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന വരുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം വരും. അത് വാസ്തു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ വസിക്കുന്ന സ്ഥലത്തിന് എങ്ങനെ നമുക്ക് സ്വസ്ഥാകാം, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് സമൃദ്ധി വരുത്താം. അപ്പോൾ ഇതിന്റെ ആവശ്യം ഉണ്ടാവും, തീർച്ചയായും. എന്താ ആവശ്യം? വാസ്തു നോക്കാത്തവരെല്ലാരും അത്ര ഗംഭീരമായിട്ട് താമസിക്കണ്ടല്ലേ. എങ്കിൽ പോലും വാസ്തു ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു അറിവില് കുറച്ചുകൂടി ഈസി ആയിട്ട് നിൽക്കാമല്ലോ. എനിക്ക് അങ്ങനെ തോന്നണേ. ശരി, പാരാ വാസ്തുക്കാരെ അല്ല, ഇപ്പൊ നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് ഇത് പറയുമ്പോഴേ നമ്മള് ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ദോഷമായിട്ട് വരാനും സാധ്യതയുണ്ട്. അതെ, എന്താണെന്ന് പറഞ്ഞാലേ ഇത് സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഈ വാസ്തു ഒന്നും നോക്കാത്ത ആളുകൾ എത്ര ഗംഭീരമായിട്ട് താമസിക്കണല്ലേ, ഇതൊക്കെ വരും. പക്ഷെ ഇതെന്താണെന്ന് അറിയാം, ഒക്കെ ഒരു ടൈം ബോണ്ടായിരിക്കും. പിന്നെ പുറമെ കാണുന്ന മാതിരി ആയിരിക്കില്ല, ഇല്ലാത്ത ഉണ്ണിക്കേ അറിയൂ, അതേമാതിരി അതിൻ്റെ ഉള്ളിലേ അറിയുള്ളൂ. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഒക്കെ സമൃദ്ധിയിലാണ് ജീവിക്കണമെന്നൊക്കെ തോന്നും, പക്ഷെ ആധാരമൊക്കെ ബാങ്കിലാണെങ്കിലോ. പക്ഷേ ഈ ആധാരം ബാങ്കിലാണോ ഇല്ലയോ എന്നുള്ള അവർക്കല്ലേ അറിയുള്ളൂ. ഇതേമാതിരി ഇപ്പോൾ വാസ്തു നോക്കിക്കഴിഞ്ഞോ നമുക്ക് അതിനെ കുറച്ചുകൂടി ഗുണപ്പെടുത്തിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മളെ ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് നമ്മൾ അധികം സ്ട്രഗിൾ ചെയ്യേണ്ട, കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈസി ആയിട്ട്. ആ ഈസി ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ താളവും പ്രപഞ്ചത്തിന്റെ താളവും ഒരു ഈക്വലൈസ്ഡ് ആവും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് എന്താണ്, ഇപ്പം ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാ പ്രശ്നം. അതിപ്പോൾ വെള്ളം ഒഴുകിപ്പോണ്ട് അതിനെതിരെ നീന്തുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അതായത് ആ നാച്ചുറലി ഉള്ള അവിടുത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാ. അപ്പം നമ്മളതിൽ താമസിക്കുന്ന സ്ട്രഗിൾ ചെയ്തിട്ടാകുക. അപ്പം എന്താവും, കുറേ ദാരിദ്ര്യമാവും, കഷ്ടപ്പാടാവും, ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഒരു വയലിൽ വീടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ താണു കിടക്കുകയാണ്. അപ്പോൾ അതിൽ വീടെടുത്തു കഴിഞ്ഞാലും അതുപോലെ താഴ്ചയാണ്. അപ്പോൾ പൊന്തി വരണോ ആദ്യം തന്നെ അത് നികത്തി മേലേക്ക് എത്തേണ്ടി വരും. അതായത് മൈനസ് കിടക്കുകയാണ്, അതിനെ മൈനസിൽ 0 എത്തിച്ച് പിന്നെ വേണം 1, 2, 3 എണ്ണാൻ. അപ്പം ഈ ഇതിൽ നമ്മൾ വാസ്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ് അവിടെയുള്ള അലൈൻമെൻറ്റ്, എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നമുക്ക് ഈസി ആകുമോ, അതോ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, ഇത് അറിയാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് നമുക്ക് പ്രിക്കോഷൻ എടുത്ത് പോവുകയാണെങ്കിൽ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതിനോട് ചേർത്ത് തന്നെ ചോദിക്കട്ടെ, ഇപ്പം നേരത്തെ പറഞ്ഞ ലൈഫ് നമ്മൾ ഈസി ആക്കണതിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ പലരിലും കണ്ടുവരുന്ന ഇപ്പൊ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കില്ലായ്മ, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം, ഇതിനൊക്കെ നമുക്ക് വാസ്തുവിൽ പരിഹാരം കണ്ടെത്താൻ കഴിയും. തീർച്ചയായിട്ടും. ഉറക്കക്കുറവ്, ഉറക്കമില്ലായ്മ ഇതൊക്കെ വരുന്നതിന് അർത്ഥം അവിടുത്തെ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന എനർജിയും ആ സ്ഥലത്തിലുള്ള എനർജിയും തമ്മിലുള്ള മിസ്മാച്ചാണ്. ചില ആളുകൾക്ക് ചില വീട്ടിൽ പോയാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, ചില സ്ഥലത്ത് പോയാലോ ഇവൻ സ്ഥലം മാറി കിടന്നാൽ പോലും ഉറക്കം കിട്ടില്ല. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും ഒരു എനർജി ഉണ്ട്. ആ എനർജി സ്വന്തം വീട്ടിൽ അറ്റ് ഈസ്
അതായത് താതാത്മ്യം പ്രാപിക്കണം. അപ്പോഴാണ് സ്വസ്ഥാകുക, നന്നായിട്ട് ഉറങ്ങാൻ പറ്റുക. ഗുഡ്. അപ്പോൾ നല്ല ഉറക്കം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ എനർജി സ്വസ്ഥാകണം എന്നാണ്. പറയാ രണ്ടാളുകളും നമ്മളെ പറ്റിയിട്ട് ചിന്തിക്കാന്ന്, നന്നായിട്ട് ഉറങ്ങണേ, നന്നായിട്ടാകണേ എന്ന്. ആരൊക്കെയാ ചിന്തിക്കുക? അറിയല്ലേ? കാരണം നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാലേ ഉള്ളൂ അവർക്ക് അടിച്ചോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളും കാരണം ബാക്കിയുള്ളവരൊന്നും നമ്മളെ പറ്റിയൊന്നും ചിന്തിക്കില്ല. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിലാണ് എല്ലാവർക്കും സന്തോഷം. എങ്ങനെ നടന്ന അപ്പോഴുള്ള സ്ഥിതി കണ്ടില്ലേ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഉറക്കം വേണമെങ്കിൽ നല്ല സമാധാനം വേണം, നല്ല സമാധാനം വേണമെങ്കിൽ വാസ്തു അറിഞ്ഞിരിക്കണം. അത് സിമ്പിളായിട്ട് പറയണ ഇതാണ്, ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള ചുറ്റുപാടിലാണ് ഉണ്ടാകുക. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകുക. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ഉള്ളൂ സമ്പത്തും സമൃദ്ധിയും സമാധാനമൊക്കെ വരുള്ളൂ. അപ്പോഴേ ഉള്ളൂ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പറ്റുള്ളൂ. സമാധാനം ഉണ്ടാകുക, അപ്പോഴാണ് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുക, അല്ലേ? ഇപ്പൊ ഇത് നമ്മളെ ഈ വാസ്തുവായിട്ട് അതെങ്ങനെയാ ബന്ധപ്പെടുത്തുന്നത് വെച്ചാൽ, വാസ്തുവില് ഈ ഒരു ശാസ്ത്രം തന്നെ നമ്മൾ സ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഇതിലാണോ, പ്രപഞ്ചം എന്ന് പറഞ്ഞ വാക്ക് തന്നെ പ്രകർഷണേന പഞ്ചീകൃതമായത്. പ്രകർഷണേന എന്ന് പറഞ്ഞാൽ കുറെ ഒരസലിലൂടെ, അതെന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചും ഒക്കെ വന്നിട്ട് പഞ്ചീകൃതം എന്ന 5 എലമെന്റ്സ് കൊണ്ട് രൂപപ്പെട്ടത്. പഞ്ചഭൂതങ്ങൾ നേട്ടിട്ടില്ലേ? പഞ്ചഭൂതം എന്ന് പറഞ്ഞാല് വെള്ളം, അഗ്നി, അന്ന് പറഞ്ഞ ആണല്ലേ? ഓർമ്മയുണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ഡ്രാക്കുള, പിശാചി, കുട്ടിച്ചാത്തന്നൊക്കെ പറയുന്നു. നന്നായി. അപ്പൊ ഈ പഞ്ചഭൂതങ്ങള് പ്രകർഷണം എന്ന് പറഞ്ഞാൽ പരിണാമത്തിലൂടെ ആയി വരുന്നതാണ് പ്രപഞ്ചം. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിണാമം സംഭവിച്ച് അറ്റ് ഈസ് ആയിട്ടിരിക്കണ, അതായത് സ്വസ്ഥമായിട്ടിരിക്കണ. അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാലാണ് നമുക്ക് സമൃദ്ധിയിലേക്ക് വരിക. അപ്പോൾ ഒരു വീട്ടിൽ കിടന്നുറങ്ങി സമാധാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ഊർജവും ആ വീടിന്റെ ഊർജവും സിങ്ക്രണൈസ്ഡ് ആണ്, സ്വസ്ഥമാണ്. അപ്പോഴാണ് അത് വരിക. അപ്പൊ അതാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രപഞ്ചത്തിന്റെ താളം, പ്രപഞ്ചത്തിന്റെ താളത്തിലെല്ലാം ഓരോന്നും പറയുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് വേണോ, ഇന്നതിലാണോ. ഇപ്പൊ സൂര്യനോട് വന്നിട്ട് നാളെ വന്നിട്ട് പടിഞ്ഞാറ് ഉദിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളെ വീട് ഓർഗനൈസ് ചെയ്യും. ഇതിനൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. സൂര്യൻ എന്തായാലും കിഴക്ക് ഉദിക്കുള്ളൂ, വേറെ ഒരു വഴിയില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ വീട്, കെട്ടിടങ്ങള്, ജോലി സ്ഥലങ്ങൾ ഇതൊക്കെ അറേഞ്ച് ചെയ്താൽ എന്താവും, നമ്മൾ സ്വസ്ഥമായിട്ട് അതിൽ വരും. അപ്പൊ അങ്ങനെ ടീസായി കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ബസ് പോവുകയാണ്, ബസ് നേരെ ഇങ്ങനെയാ പോണത്. അപ്പൊ നമ്മൾ അതുപോലെ ഇരിക്കണം, സ്വസ്ഥാണ് അല്ലേ? നേരെ മറിച്ച് ബസ് എങ്ങനെ പോണു, നമ്മളെ ഡ്രൈവർ എപ്പോഴുള്ള സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഉറങ്ങാൻ പറ്റും. നേരെ മറിച്ച് നല്ല സ്വസ്ഥമായിട്ടാണെങ്കിൽ നന്നായിരുന്നു ഉറങ്ങാം അല്ലേ? ബസ്സിലിരുന്നാലും ഉറക്കം കിട്ടും. അതേമാതിരി അപ്പൊ നമ്മളെ ശരീരത്തിന് സ്വസ്ഥമാകണോ, സ്വസ്ഥമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാകണം. അപ്പോൾ വാസ്തു ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആ ചുറ്റുഭാഗത്തുള്ള എൻവയോൺമെന്റ് നമ്മൾക്ക് അനുകൂലമായിട്ട് വരിക, അല്ലെ അനുകൂലമാക്കി മാറ്റുക. അതാണ്. അപ്പൊ അത് ഓൾറെഡി ആയിരിക്കും കേട്ടോ. അധികം എന്ന് പറഞ്ഞാല് മാറ്റുക എന്ന് പറഞ്ഞൊന്നും വേണ്ട. നമ്മളൊന്നിപ്പോൾ കിടക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ ഇതൊക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ വലിയ മാറ്റങ്ങൾ വരും. ഗുഡ്. അപ്പൊ വാസ്തു നോക്കിയിട്ട് ഒരുപാട് റിസൾട്ട് വരും കേട്ടോ. എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. എന്തായാലും സന്തോഷം. ഗുഡ്. താങ്ക് യു.